പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് TRFനെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രസ്താവന പുറത്തിറക്കിയത്. TRFനെതിരായി US നടപടി ഇന്ത്യ സ്വാഗതം ചെയ്തു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് TRFനെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റന്റ് ഫണ്ടിനാണെന്ന് മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയിൽ പറയുന്നു. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമാണ് പഹൽഗാമിലുണ്ടായത്. 2024 ജമ്മു കശ്മീരിൽ സുരക്ഷാ സേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിലും TRFന് പങ്കുണ്ടെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് അമേരിക്ക ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഭീകരവാദത്തെ ചെറുക്കാനും ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയും USഉം തമ്മിലുള്ള സഹകരണത്തിന്റെ ശക്തമായ സ്ഥിരീകരണമാണ് USന്റെ നടപടിയെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് നയം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബയുടെ നിഴൽ സംഘടനയാണ് TRF. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും പിന്നീട് ആക്രമണത്തിൽ പങ്കില്ലെന്ന് TRF വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പാക് ഭീകരർക്ക് നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞുകയറി ആക്രമണം നടത്താൻ സഹായമൊരുക്കിയത് TRF ആയിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ TRFനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് UN സുരക്ഷാ സമിതിയിലുൾപ്പെടെ ഇന്ത്യ ആവശ്യമുയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.